താമരശ്ശേരി ചുരം 9-ാം വളവിൽ നിന്ന് യുവാവ് താഴേക്ക് ചാടി. ലക്കിടിയിൽ പോലീസ് വാഹന പരിശോധനയ്ക്കിടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. പരിശോധനയ്ക്കായി പോലീസ് കാർ തടഞ്ഞപ്പോൾ കാർ നിർത്തിയ ശേഷം യുവാവ് ചാടുകയായിരുന്നു. യുവാവിനായി പോലീസും ഫയർഫോഴ്സും തിരച്ചിൽ ആരംഭിച്ചിട്ടുമുണ്ട്. ബെൻസൺ ബാബു നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ബെൻസൺ, എന്താണ് സംഭവിച്ചത്? എന്തിനെ ഭയന്നാണ് ഇയാൾ ചാടുന്ന സാഹചര്യം ഉണ്ടായത്? ഈ തിരച്ചിൽ ഏത് ഘട്ടത്തിലാണ്? സംഗീത, രാവിലെ ഈ ഗോവിന്ദച്ചാമിക്കായിട്ടുള്ള തിരച്ചിൽ സംസ്ഥാനത്തുടനീളം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി വയനാട് ലക്കിടിയിൽ നമുക്കറിയാം 9-ാം വളവ് താമരശ്ശേരിയിൽ നിന്ന് മുകളിലേക്ക് എത്തുന്നു. കോഴിക്കോടും താമരശ്ശേരിയും തമ്മിലുള്ള അതിർത്തിയാണ്. അവിടെ 9-ാം വളവിൽ ഈ രീതിയിലുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു. വാഹന പരിശോധന നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് വയനാട്ടിൽ നിന്നും താഴേക്ക് വരുന്ന ഒരു കാറ് ഇത്തരത്തിൽ ഈ വാഹന പരിശോധനയ്ക്കിടെ തൊട്ട് സമീപത്ത് കൊണ്ടുവന്ന് നിർത്തുകയും പോലീസ് കൈകാണിച്ചപ്പോൾ നിർത്തുകയും തുടർന്ന് ഇതിൽ നിന്നും ഒരു യുവാവ് ഇറങ്ങി 9-ാം വളവിൽ നിന്നും താഴേക്ക് ചാടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയായിട്ട് ഷഫീഖാണ് കൊക്കയിലേക്ക് ചാടിയിട്ടുള്ളത്. തുടർന്ന് ഈ പോലീസ് സംഘം ഈ വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ വാഹനത്തിൽ നിന്നും ലഹരി മരുന്ന് MDMA കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഷഫീഖ് മുൻപും സമാനമായിട്ടുള്ള ലഹരി കേസുകളിൽ പ്രതിയായിരുന്നു എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്, പോലീസ് പറയുന്നുണ്ട്. ഈ ഓടിച്ചിരുന്ന വാഹനം ഷഫീഖിന്റെ മറ്റൊരു ബന്ധുവിന്റെ വാഹനമായിരുന്നു. നിലവിൽ ഇപ്പോഴും ഷഫീഖിനെ കണ്ടെത്താനായിട്ടില്ല. ഏറെ ആഴമുള്ള പ്രദേശമാണ്, കാടുമാണ്. അതിനാൽ തന്നെ അവിടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ വേണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് പരിശോധന തുടരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നതിനും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഏറെ ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. അവിടെ ഇറങ്ങി പരിശോധിക്കുക എന്നത് ഏറെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. അതിനാൽ തന്നെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ അതിന് ഈ പരിശീലനം സിദ്ധിച്ച ആളുകൾക്ക് മാത്രമേ അവിടെ ഇറങ്ങി ഇത്തരത്തിൽ പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ. പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ തൊട്ട് സമീപത്ത് നിന്നും താഴേക്ക് ചാടുകയായിരുന്നു യുവാവ് പരിശോധനയ്ക്കിടയിൽ. അപ്പോൾ നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ശരി ബെൻസൺ.